ഹലോ, എല്ലാവർക്കും സുഖല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ മോനോന് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാനായി. ഞങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ നാളെ അല്ല തുറക്കണത്. ഇന്നിപ്പോൾ ജൂൺ 1-ാം തീയതി ആയില്ലേ? 1-ാം തീയതി ആയോ? 1-ാം തീയതി. അപ്പോൾ 2-ാം തീയതി ഇവിടെ സ്കൂൾ തുറക്കും. ഞങ്ങൾക്ക് 16-ാം തീയതി തുറക്കണം. അപ്പോൾ പോണതിൻ്റെ ഉള്ളിൽ അവന് മേടിക്കാനുള്ള ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടുന്ന് മേടിച്ച് പോവാച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇതാ വന്നിക്കുകയാണ്. പറഞ്ഞു വെച്ചു ഹായ്. നമ്മളെവിടേക്ക് വന്നിക്കണേ? എവിടേക്ക്? നമ്മള് മോനൂന് ബാഗൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് അല്ലേ? അപ്പൊ ഞങ്ങള് ബാഗൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് വന്നിക്കാണ്. അപ്പൊ മച്ചോ മോനെവിടെ? അതാ മോന്, ഇതാ മോന്. മോനുണ്ട് പിന്നില്, മച്ച മുന്നിലല്ലേ? സീറ്റില് പിന്നില്. ശരിയാണ്. മച്ചുണ്ട് പിന്നില്. മച്ചുന്ന് പറയണേ മോനു സ്കൂൾക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിക്കണല്ലേ മോനു? പെൻസില്, റബ്ബർ, പിന്നെ എന്റെ പെച്ചിലോ വേണം. അപ്പൊ നമ്മള് നെസ്റ്റോക്ക് ആട്ടോ സാധനങ്ങൾ മേടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. നെസ്റ്റോക്ക് വരാൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടൊന്നുണ്ടായില്ല. ഞങ്ങള് ചെപ്പശ്ശേരി എവിടെയെങ്കിലും പോയിട്ട് മേടിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെ ഫോൺ സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ അങ്ങനെ കണ്ടു ഫോണിൽ മോനിങ്ങനെ മോന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഹൽക്കിൻ്റെ ബാഗ് വേണം അങ്ങനെയൊക്കെ. അപ്പോൾ ആ ബാഗൊക്കെ ആ വീഡിയോയിൽ കണ്ടപ്പോൾ പറഞ്ഞു ഒന്ന് അങ്ങോട്ട് പോകാമെന്ന്. അപ്പോൾ പിന്നെ അങ്ങനെ ഒറ്റ കേട്ടതോട് പോകുന്നതാണ് കേട്ടോ ഞങ്ങൾ. പിന്നെ ഞാൻ കയറി ചെന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ടിഫിനാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. കാക്കയാണെങ്കിൽ കുറച്ചിട്ട് ടിഫിന് മേടിക്കാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെന്ന സമയത്ത് തന്നെ ഫ്രണ്ടിൽ തന്നെ പരസ്യത്തിൽ ഈ ഒരു ടിഫിന് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച മാതിരത്തെയാണ്. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ 3 ഇതുള്ള ബോക്സ് ഉള്ളതാട്ടോ വിചാരിച്ചത്. 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിന്നെ അത് അവിടെ തന്നെ വെച്ചു, ഇനി നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. കാരണം 3 എണ്ണം ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അതിന് സ്നാക്സും പിന്നെ അതേമാതിരി കറി പിന്നെ ഇത് ഫുഡ് എന്താ വെച്ചാൽ അതും അങ്ങനെ വെവ്വേറായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് 3 എണ്ണം എന്നാട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 3 എണ്ണം അത് കിട്ടിയില്ല, അതുകൊണ്ട് അതവിടെ തന്നെ വെച്ചു. പിന്നെ അതാ മറ്റേ ഇതുകളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാഗുകളൊക്കെ. മോന് പറഞ്ഞ ബാഗ് ഇതായിരുന്നു കേട്ടോ, ഈ സ്പൈഡർമാൻ്റെ ബാഗ്. എനിക്കും എന്താ പറയുക മറ്റേ ഫസ്റ്റ് നമ്മൾ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയില്ല, അതേമാതിരി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത്, ഈ ഒരു ബാഗ്. അത് ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതുമ്പോൾ സത്യം പറഞ്ഞാൽ റേറ്റും ഇല്ല, ഇതിൻ്റെ മറ്റേ എന്താ പറയുക ഒന്നുമില്ല, ഏതാ അത് കഥ എന്നൊന്നും ഇല്ലാത്തൊരു ബാഗ് അറിയില്ലേ, അങ്ങനെ ഒരു ബാഗായിരുന്നു. പിന്നെ ബാഗ് നോക്കിയെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് മോനുവിന് റൈറ്റിംഗ് പാഡും കൂടി വെക്കണ ഒരു ബാഗും കൂടി വേണമെന്നുണ്ടായിരുന്നു. അവിടെ സ്കൂളിൽ എന്തായാലും റൈറ്റിംഗ് പാഡ് നിർബന്ധമാണ് കൊണ്ടുപോയാൽ, കൊണ്ടുവരാതെ ബുക്കുമ്പോൾ എന്ന് വെച്ച് എഴുതാനയക്കില്ല. അപ്പോൾ പിന്നെ അവനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബാഗിൽ റൈറ്റിംഗ് പാഡ് കൊള്ളൂലായിരുന്നു. അപ്പോൾ പിന്നെ അത് കൊള്ളണ ഒരു ബാഗ് വേണമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അത് കൊള്ളൂലായിരുന്നു. അപ്പോൾ അത് അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ ഷോക്സ് നോക്കാൻ വേണ്ടി പോയിട്ടോ. സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഷോക്സ് നോക്കാൻ പോയതും ഷോക്സ് എടുക്കാൻ മറന്നതും ഓർമ്മയായിരുന്നു. ഷോക്സ് ഞാൻ നോക്കിയിട്ടുണ്ടാകുന്നു, 1-2 എണ്ണം നോക്കി വെച്ചു. അപ്പോൾ പിന്നെ കാക്കുവിനോട് ഞാൻ പറഞ്ഞു പോകുമ്പോൾ അവിടെ ഷോക്സ് ഉണ്ട് നമുക്ക് എടുക്കണം എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ബാഗും കൂടി എടുത്തിട്ട് ആദ്യം തന്നെ ഷോക്സ് എടുക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ തിരിച്ചു പോകുന്നത്. സംഭവം മറന്നിട്ടുണ്ടായിരുന്നു, എടുത്തിട്ടില്ല. പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ നോക്കിയിട്ടോ. വാട്ടർ ബോട്ടിലൊന്നും ഒരു സുഖം കിട്ടിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറേ നോക്കിയിട്ടോ. മോനുവിന് പെട്ടെന്ന് കണ്ട് കഴിഞ്ഞാൽ ഈ പുള്ളിയും കുത്തുള്ളതൊക്കെ അതെന്താ വെച്ചാൽ 1-2 പേര് നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ തോലും പോവും, പിന്നെ അതൊരു വൃത്തിയില്ല ആയിക്കേക്കാരം. അപ്പോൾ പിന്നെ അതൊരു സുഖം ഉണ്ടാവില്ല. പിന്നെ അവസാനം ആ റൈറ്റിംഗ് പാഡൊക്കെ കൊള്ളണത് ഈ ഒരു ബാഗ് കേട്ടോ. ഓൻ പറഞ്ഞ മാതിരി സ്പൈഡർമാനും ഉണ്ട്, ഹൽക്കും ഉണ്ട്, പിന്നെന്താ അവനക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് 1-2 പേര് ഇട്ടോക്കും ഇതൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര എന്താ പറയുക അവനക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു. വേണ്ടാന്ന് പറയാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതന്നെ എടുക്കാൻ തീരുമാനിച്ചു. കാരണം ഞാൻ മുഴുവനസോടെ ആയിരുന്നില്ല കേട്ടോ, ഈ പോരുന്ന ഈ ഒരു ഷീറ്റ് ഉണ്ടല്ലോ അത് പോരൂലേ വെച്ചിട്ട് ഇങ്ങനെ പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെന്തോ കാണാനും ഭയങ്കര രസമുണ്ടായിരുന്നു, എന്നാൽ അതിനൊരു സുഖമില്ലേനും, അങ്ങനെയായിരുന്നു. പിന്നെ അതന്നെ എടുത്തോനെ അത് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഒരു 6 മാസം ഓടിയാലും കുഴപ്പമൊന്നുമില്ല. അവനിപ്പോൾ ഇനി വേറെ മേടിക്കാറുണ്ട്, പിന്നെ അവൻ്റെ ഇഷ്ടമല്ലേ. സ്കൂളൊക്കെ തുറക്കുമ്പോൾ വെച്ച് ഞങ്ങൾ അത് എടുത്തു. പിന്നെ ടിഫിൻ ബോക്സ് പിന്നെയും നോക്കാൻ വന്നു കേട്ടോ. പിന്നെ ഈ ടിഫിൻ ബോക്സ് എങ്ങനെയാ വെച്ചാൽ കോംബോ ആയിട്ടാണ് വരുന്നത് ബോക്സ്. പിന്നെ അതിനൊരു ചെറിയൊരു നമ്മുടെ എന്താ പറയുക കൂട്ടാനൊക്കെ വെക്കാൻ ചെറിയൊരു പാത്രമുണ്ട്. പിന്നെ അതേമാതിരി ഇതും ബോട്ടിൽ വരുന്നു കേട്ടോ അതിലുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് ബോട്ടിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബോട്ടിൽ കണ്ടിട്ട് എടുക്കണമെന്ന് വിചാരിച്ചു. ഞാനിതാ നേരത്തെ പറഞ്ഞ മാതിരി ഇത് മറ്റേത് ഞാൻ ഒരുമിച്ചുള്ളത് കിട്ടി, പക്ഷേ 3 എണ്ണമായിട്ട് കിട്ടിയിട്ടുണ്ടായില്ല കേട്ടോ. ഇതിപ്പോൾ എന്തായാലും വെവ്വേറെയാണ്, അപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടാന്നിരുന്നു. എന്നാലും ഞാൻ 1-2 ബോക്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇനിയിപ്പോൾ മാറിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ പിന്നെ എല്ലാത്തുമ്മേ ഒരു സൈഡ് ടിഫിൻ്റെ ചിത്രം മറ്റേ സൈഡിൽ ഇത് എങ്ങനെയാണെന്നുള്ള ചിത്രം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് ആ ബാഗും ഇതൊക്കെ എടുത്ത് പിന്നെ
മച്ചൂന് ആവശ്യപ്പെട്ട സാധനം മേടിച്ചാൻ പോയിട്ട് മച്ചൂന് ആവശ്യപ്പെട്ട കാരണം മച്ചൂന് പമ്പേഴ്സൊന്നും ഇപ്പോൾ ഇടലിലൊക്കെ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്കിപ്പോൾ എവിടെയെങ്കിലും വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും ചെയ്യാവുന്ന നല്ലോണം മൂത്രയ്ക്കാനൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ആകെ പെടില്ലേ. അപ്പോൾ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചെറിയൊരു ഇതുള്ളത് ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ മറ്റേ എന്താ പറയുക ഒക്കെ 72, 92, 100 അങ്ങനെയൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സാധനം അവിടെ ഇല്ലേനു. മോനെ അത് തന്നെയാണ് കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാനത് എടുക്കാണ്ട് പോകുന്നു. പിന്നെ മോന് ക്ലേ വേണമെന്നിട്ട് ക്ലേ നോക്കിയിട്ട് എടുക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടപ്പോൾ തന്നെ മച്ചു അത് ഞാൻ കൈ പിടിച്ചപ്പോൾ പറയണ മുട്ടായി എന്ന്. അപ്പോൾ പിന്നെ വെച്ച് മനസ്സിലായി അത് കണ്ടാൽ ചിലപ്പോൾ അത് മൊത്തത്തിൽ തിന്നിട്ട് ഞാൻ ചിലപ്പോൾ ആകെ ഇടങ്ങാറാണ്ടി വരും. അപ്പോൾ പിന്നെ ഞാനത് അവിടെ തന്നെ വെച്ചു. പിന്നെ പെൻസില് ഒക്കെ കുറേശ്ശെ മേടിക്കണം കേട്ടോ. പെൻസിലൊന്നും നമുക്ക് കിട്ടാത്തതല്ല. പിന്നെ എന്തായാലും എനിക്ക് പെൻസിൽ വേണം. ഓൺലൈൻ ക്ലാസ്സിൽ മദ്രസ ഇപ്പോൾ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് സ്കൂൾ. പിന്നെ അവിടെ ചെല്ലുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇന്നിപ്പോൾ 2-ാം തീയതി ആണെങ്കിൽ 16-ാം തീയതി ഉള്ളൂ ഇപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പത്തിന് മതി നമുക്ക് പെൻസിൽ. അപ്പോൾ ഇനി അർജൻറ്റായിട്ട് എഴുതാനുള്ള പെൻസിൽ എടുത്തപ്പോൾ പിന്നെ കുറച്ചധികം പെൻസിൽ എടുത്തു കേട്ടോ. മച്ചുവിന് പെൻസിലും വേണമെന്നുണ്ട്. മച്ചുവിന് അതാണ് കൊടുത്തേക്കുന്നത്. ഈ പെൻസിൽ എനക്കാണെന്നുണ്ട്. ഇനി കുടിയിൽ പോയിട്ട് അത് തന്നാൽ ആയി, തന്നില്ലെങ്കിൽ പോട്ടെ, അത്ര വെക്കേണ്ടി വരും. കാരണം അവൻ്റെ അത് കയ്യപ്പെട്ടൊന്നും കിട്ടില്ല. പിന്നെ ഞാനിതാ ടിഫിനുമൊക്കെ തന്നെ പോയിട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച ആ 2 ഉള്ളത് മാത്രമേ ഉണ്ടായിരുന്നു എല്ലായിടത്തും. പിന്നെ വേറെ ഉള്ളതും ഉണ്ടായിരുന്നു. കുറേ നേരം പറഞ്ഞാൽ കുറേ നേരം അവിടെ തന്നെ നിന്ന് പെന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കാക്കു പറഞ്ഞു ഇനി റിസ്ക് എടുക്കണ്ട, നമ്മൾ പോകണമെന്ന് വിചാരിച്ച കടയ്ക്ക് തന്നെ പോവാറുണ്ട്. പിന്നെ മോനും ഈ സ്പൂണൊക്കെ കണ്ടപ്പോൾ മോനയിലാണ് വീണിട്ടുണ്ടായിരുന്നു. നമുക്ക് കഴിക്കാനുള്ള സ്പൂണുണ്ട്, കയ്യമ്മ ആവൂല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എന്തായാലും എടുത്തില്ല എന്ന് ചുരുക്കം പറയാം. കാണാൻ സംഭവം എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കാരണം അതിന് ഇപ്പോൾ എന്താ പറയുക നീറ്റായിട്ട് വെക്കാനുള്ള ഒരു സ്പേസ് സ്പൂണിന്, അതുപോലെ തന്നെ ഫോർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളിലാണെങ്കിൽ വൃത്തി ഉണ്ടായിരുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഒന്നിൻ്റെയും കൂടി ഇതിൻ്റെയും കൂടി അറയുടെ ആവശ്യം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഒരു കുട്ടികൾക്ക് കുറേ എണ്ണ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇത് ഒരെണ്ണം ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ എല്ലാ തന്നെ ഒരുമിച്ച് കഴിക്കുമ്പോൾ ഓൽക്കും ഭയങ്കര സുഖമാണ്, നമുക്ക് ആക്കി കൊടുക്കാനും സുഖമാണ്. പിന്നെ ഒരു എന്താ പറയുക വെക്കാനുള്ള ഇതാണെങ്കിലും കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ സ്ഥലം. അപ്പോൾ കുട്ടികൾ ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലായിടത്തും പരത്തി വെച്ച് മറ്റേ ഊണ് കഴിക്കണ മാതിരി കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ എന്തായാലും എടുത്തില്ല കേട്ടോ. ഞാൻ വിചാരിച്ചാൽ കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ പോരണം കണ്ടിട്ടുണ്ട്, അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോകുന്നത്. കിട്ടിയിട്ടില്ലെങ്കിൽ അത് എടുക്കും എന്നുള്ളൊരു ഇതിലാട്ടോ വന്നിട്ട് തന്നെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സിൽ അതുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, അതൊക്കെ കണ്ടിട്ടും എനിക്കത് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അത് എടുത്തില്ല കേട്ടോ. പിന്നെയും മോനും എടുത്ത് വന്നതായിരുന്നു ഇത്. പിന്നെയും സ്പൈഡർമാൻ്റെ വേണം, ബാഗും സ്പൈഡർമാൻ്റെ, മൊത്തത്തിലൊരു സ്പൈഡർമാൻ മഴ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചില്ല. അപ്പോൾ പിന്നെ എന്തായാലും ഇതാണ്ടോ ഈ 2 എണ്ണമാണ് ഞാൻ പറഞ്ഞത്. ഈ 2 എണ്ണം ഉള്ളത് നല്ലതാണ് കേട്ടോ, നല്ല സാധനങ്ങളായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് 3 ഉള്ളത് വേണം. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടുത്തെ മാതിരി ചോറ് കൂട്ടാനല്ല കൊടുത്തയക്കോന്. ഓനെന്താ വെച്ചാൽ ചപ്പാത്തി, പിന്നെ അതിക്കൊരു എന്താ പറയുക കിഴങ്ങ് പൊരിച്ചതായിരുന്നെങ്കിൽ ഒരു ചെറിയൊരു കറിയും കൊടുത്തയക്കണ്ട. അപ്പോൾ ഒരെണ്ണത്തിൽ തന്നെ കൊടുത്തയച്ചാൽ കൊടുക്കാനും എളുപ്പം, കഴിക്കാനും എളുപ്പം, എല്ലാത്തിനും എളുപ്പമാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചത് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ ഓൺലൈനിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ, വേണ്ടവർക്കൊക്കെ മേടിക്കാമല്ലോ. അതുകൊണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷ് ജ്യൂസ് ഉണ്ടായിരുന്നു, ഒരുപാട് ഫ്രഷ് ജ്യൂസ് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മോനും അത് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ പറയുക ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു, പിന്നെ വാട്ടർ ലെമൺ ഉണ്ടായിരുന്നു, പിന്നെ ഇപ്പോൾ എന്താ ഡേറ്റ്സും ഇതും ഉണ്ടായിരുന്നു. ഒക്കെ ഷെയ്ക്കായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ തണ്ണിമത്തൻ വെറും ജ്യൂസായിരുന്നു കേട്ടോ. അത് പിന്നെ ഞങ്ങൾ ഏതാ എടുക്കേണ്ടതെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു. എന്തായാലും തണ്ണിമത്തപ്പം നമുക്ക് വേണ്ടല്ലോ, നമുക്ക് കുടിയിൽ നമ്മൾ കുടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്നപ്പോഴാണ് ആ സത്യം ഞങ്ങൾക്ക് മനസ്സിലായത്. കാരണം മച്ചുവിന് പാലുള്ളൊരു ഐറ്റംസ് കൊടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ കുടിച്ചാൽ എന്തായാലും മേടിച്ചാൽ നമുക്ക് എന്തായാലും എനിക്ക് വേണ്ടി വരും. കുടിക്കാതിരിക്കും. ഇങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഐറ്റംസ് ആട്ടോ ഇഷ്ടം. നമുക്കിപ്പോൾ എന്താ ബർഗറൊക്കെ പോയി കൊടുക്കാനോ അല്ലെങ്കിൽ കഴിക്കാനോ അങ്ങനെ അടുത്തേക്ക് വരില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ അവന് കൊടുക്കാതെ കുടിക്കൽ ഒരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ട് ഞങ്ങളത് എടുത്തില്ല കേട്ടോ. മോനുവിന് എന്തായാലും ഭയങ്കര പിരാന്തായിട്ടുണ്ടാവുക എടുക്കാറുണ്ട്. മോനുവിനെ മാറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാൽ മോനുവിനെ കാണാതെ അവന് ഇരിക്കില്ല. അപ്പോൾ പിന്നെ ഐസ്ക്രീം എന്തെങ്കിലും മേടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ എന്താ മുട്ടായി അങ്ങനത്തെ സെക്ഷനൊക്കെ പോയി നമുക്ക് വേണ്ടതൊക്കെ എടുത്തു കേട്ടോ. നമ്മളവിടുന്ന് കുറച്ച് നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ. പിന്നെ മീൻ സംഭവങ്ങളൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടോ, നമുക്കൊക്കെ കണ്ടിരിക്കാമല്ലോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്നൊക്കെ. പിന്നെ മോനും പറഞ്ഞു വലിയൊരു മീനുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയതാട്ടോ. പിന്നെ ചെമ്മീൻ നോക്കിയിട്ടുണ്ടായിരുന്നേ, ചെമ്മീൻ നല്ല വലിയ ചെമ്മീൻ ഉണ്ടായിരുന്നു. എന്തായാലും ഒക്കെ കണ്ട് ഞങ്ങൾ പോന്നു കേട്ടോ അവിടുന്ന്. മീനിൻ്റെ സെക്ഷനിൽ നിന്ന് മോന് പറയണം നല്ല ഫ്രഷ് മീനാണ്, പക്ഷേ നല്ല മീനിൻ്റെ മണം ഉണ്ട് എന്നാണ്. പിന്നെ നല്ല മീനിൻ്റെ മണം ഇല്ലാണ്ടിരിക്കില്ലല്ലോ മീനിൻ്റെ അവിടെ പോയാൽ. അപ്പോൾ പിന്നെ ഇതാ ചിക്കന് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നമുക്ക് കുറേ സാധനങ്ങളൊന്നും എടുക്കാനല്ല, നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് സ്കൂളത്തെ ഐറ്റംസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും എല്ലാതും കണ്ടു വെച്ചു. പിന്നെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് നമുക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് വെച്ചിട്ട് നമുക്ക് ഓടിയും കൊണ്ട് വരാമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഐസ്ക്രീം മേടിക്കാൻ പോയിട്ടോ. അപ്പോൾ മോന് പറഞ്ഞു മോന് ടെൻഡറിൻ്റെ
കോക്കനട്ടിൻ്റെ ഇതുവരെ ഐസ്ക്രീം കഴിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഓൽക്ക് രണ്ടാക്കും അതിൽ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു കേട്ടോ. ആദ്യം മേടിച്ച് കൊടുക്കൂല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മോനുവിന് എന്താണെന്നറിയില്ല, ഇവിടെ വന്നതിന് ശേഷം എപ്പോഴും ശംഖുവേദനയാണ്. അതെന്താണെന്നൊന്നും അറിയില്ല, തണുത്ത വെള്ളം നല്ലോണം കുടിച്ചിട്ടാന്നും അറിയില്ല. നമ്മളങ്ങനെ ശ്രദ്ധിക്കണമൊന്നുമില്ലല്ലോ. ഓലെ അങ്ങനെ വെള്ളം കുടിക്കുക, ഓലെ തോണിയമാതിരി നടക്കുകയാണ്. അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചു. എനിക്ക് മധുരമാണെന്ന് വേണ്ടിയെന്ന്, അപ്പോൾ ഞാൻ ഡോണറ്റ്സ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മേടിച്ചു. നമുക്ക് മധുരം മുഖ്യമാണല്ലോ. അത് 4 പീസ്. അപ്പോൾ മോന് കണക്കെടുക്കുന്നു, 4 എണ്ണമുള്ളത് മേടിച്ചാൽ മതി മെച്ചി. എന്നാൽ അപ്പച്ചിക്കും ഉമ്മച്ചിക്കും മച്ചൂനും എനിക്കും ഓരോന്ന് കഴിക്കാമെന്ന്. ഒരു മറ്റേ ഐസ്ക്രീം മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് രണ്ടാക്കും വേണമെന്ന് ഒരു പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷേ ഞങ്ങളൊരു സാധനം ഇഷ്ടപ്പെട്ട് എടുത്ത് നോക്കുമ്പോൾ പറഞ്ഞ് അമ്മക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ മച്ചു പിന്നെ കരച്ചിലായിട്ടോ. ഓന് എന്താ പറയുക, ഞാൻ പറഞ്ഞല്ലോ ഇതിന് കേക്ക് മറ്റേ ജ്യൂസ് വേണമെന്ന്. ഈ ഒരു ഇത് മേടിച്ച അവിടെ തന്നെ ഇരുന്നു കേട്ടോ, ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഓനെ വേണമെന്ന് പറഞ്ഞിട്ട് കരയുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. കുരുല്ലാത്ത മുന്തിരി കേട്ടോ. കുരുല്ലാത്ത മുന്തിരി സീസൺ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നെസ്റ്റോയിൽ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് പോയി നോക്കി ഞങ്ങൾ. അപ്പോൾ എന്തായാലും കുരുല്ലാത്ത മുന്തിരി കിട്ടിയില്ല കേട്ടോ. കാരണം മച്ച കുരുല്ലാത്ത മുന്തിരി കഴിക്കുള്ളൂ. ഇപ്പോൾ അത് മുന്തിരിയിലാണെങ്കിൽ 1 2 അല്ല, എത്ര കുരുവാന്ന് എണ്ണിയൊക്കെ ഉണ്ട്. അത്രക്ക് കുരുണ്ട് ഓരോ മുന്തിരിയിൽ. പിന്നെ മച്ചു മോനും അവക്കാടോ വേണമെന്ന് പറഞ്ഞ് നോക്കി, ഒക്കെ നല്ല പച്ചയായിരുന്നു. അപ്പോൾ പിന്നെ അത് എടുത്തില്ല കേട്ടോ. വീട്ടിൽ വെച്ചാൽ പഴുക്കും. പിന്നെ ഇപ്പോൾ പഴുക്കാനുള്ള ഇതെന്താ പറയുക, സബൂറൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ അത് അങ്ങനെ കടിച്ച് തിന്നേണ്ടി വരും മച്ചുവിന്. ഞാൻ പറഞ്ഞല്ലോ, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചോറും കഞ്ഞിയൊന്നും വേണ്ട, ഫ്രൂട്ട്സാണ് ഓന് മുഖ്യം. പിന്നെ അതാൾ കണ്ട ചിരിച്ച്, കാരണം ആൾക്ക് മറ്റേ ഡോണറ്റ്സ് കിട്ടിയാക്കുമ്പോൾ പൊലിവായിട്ടോ. അവൻ്റെ കയ്യിലാണ് കൊടുത്തേക്കുന്നത്, ഇജ് കജ്ജി പിടിച്ചോ, ഇജ് എന്താച്ചാ കാട്ടിക്കോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അവന് പൊലിവായി. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടിയല്ലോ. പിന്നെ നമ്മൾ ബില്ല് ചെയ്യലൊക്കെ ചെയ്തു കേട്ടോ. ബില്ല് ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ളൊരു പരിപാടിയാണ്. കാരണം എന്താ വെച്ചാൽ, കാരണം മച്ചുവിൻ്റെ കയ്യിൽ നിന്ന് അതാണ് മേടിച്ചിട്ടാണ് കൊടുക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പിന്നെ അവൻ്റെ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് മുട്ടായി മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അത് അയാൾക്ക് കൊടുത്തു എന്നോ വിചാരിച്ചു. മേടിച്ച സാധനമൊക്കെ അയാൾക്ക് കൊടുത്തപ്പോൾ ബില്ല് ചെയ്യാന്നുള്ള അന്തൊന്നും വരണ്ടേ കുട്ടിക്ക്. അപ്പോൾ പിന്നെ ഞങ്ങൾ മുട്ടായിയൊക്കെ നോക്കി ഓൻ്റെ കരച്ചിലൊക്കെ മാറാൻ വേണ്ടിയിട്ട് മുട്ടായി മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ കുറേ സമാധാനം കിട്ടി, മുട്ടായി കിട്ടിയല്ലോ. അപ്പോൾ പിന്നെ പറഞ്ഞു, ഇതിങ്ങനെ പൈസ കൊടുത്താലേ നമുക്ക് തരുള്ളൂ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷേ ചില സിറ്റുവേഷനിൽ മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അതെന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. ചില സമയത്ത് തോന്നും നല്ല അനുസരണമുള്ള നല്ല കുട്ടിയും, ചില സമയത്ത് തോന്നും എന്താ അതിന് പറഞ്ഞതൊന്നും മനസ്സിലാവാത്തതെന്ന്. ഈ കട്ടർ ഞാൻ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഈ കട്ടർ മച്ചു കാണാതെ മോന് പാത്തേച്ചൊക്കെയായിരുന്നു. കാരണം ആ കട്ടർ മോനുവിന് ഉപയോഗിക്കാം. മറ്റേ എന്താ പറയുക, വെറൈറ്റി കട്ടർ എന്നൊക്കെ പറയില്ല, ഒരു സൈഡിൽ ഇത് ഒരു സൈഡിൽ അത് എന്നൊക്കെ പറയുന്ന മാതിരത്തെ കട്ടറാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവിടുന്ന് ബില്ലൊക്കെ ചെയ്ത് നേരെ ഞങ്ങൾ മുകളിലോട്ട് പോയി. അവിടെ ഗെയിം സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മോനിന് പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഗെയിം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗെയിം ഉണ്ടായിരുന്നു. മറ്റേ എന്താ പറയുക, എന്തൊക്കെ ഗെയിമാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, അത്രക്കും ഗെയിം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഗെയിമിലൊന്നും കയറാൻ നമുക്ക് പറ്റിയിട്ടുണ്ട്, എല്ലാവരും ആളായിരുന്നു. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, നമുക്കത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്കും കൂടി പോകാണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോനോട് പറഞ്ഞു നമുക്ക് പിന്നെ ഒരു ദിവസം വരാമെന്ന്. മോന് കുറച്ച് കരയൊക്കെ ചെയ്തു. പിന്നെ കുട്ടികളല്ലേ, സർവ്വസാധാരണമാണ് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയാൽ കരയില്ലേ. മോന് പിന്നെ തെറ്റിയിട്ടാണ് കേട്ടോ. ആ പോക്ക് കണ്ടാൽ തന്നെ അറിയില്ല തെറ്റിയിട്ടാണ് പോകണമെന്ന്. പിന്നെ ഞാൻ പിന്നെ ലിഫ്റ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ തന്നെ എന്തായാലും മോന് നിന്നു. കാരണം കയറി വരുന്ന സമയത്ത് ഷൂ ലൈസ് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളൊന്ന് ചെറുതായി പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ എത്തിയപ്പോൾ എന്തായാലും നിന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോന്നു എന്ന് പറയാം. കാരണം മോനിൻ്റെ മുഖത്തിന് ഉണ്ടാവും ആ ഒരു പ്രകാശം നഷ്ടപ്പെട്ടുപോകുന്നു. ഇത്ര നേരം ആ ബാഗൊക്കെ മേടിച്ച ആ പ്രകാശം ഉണ്ടല്ലോ, ആ ഗെയിമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നപ്പോൾ ആ പ്രകാശം മൊത്തത്തിൽ അങ്ങോട്ട് ഫ്യൂസായി പോയി. പിന്നെ ഇപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ പ്രകാശം വന്നിട്ടും കാര്യമില്ല പോയിട്ടും കാര്യമില്ല. എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. വീട്ടിലേക്ക് പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ വേറൊരു പരിപാടിക്ക് നമുക്ക് പോകാണ്ട്. അതുകൊണ്ട് പിന്നെ ഓലെ മൂടൊക്കെ ഒന്ന് ഓണാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേടിച്ചത് ഇനി അവിടെ നിന്ന് തന്നെ കേൾക്കുക. ഇനിയിപ്പോൾ ഓൾക്കൊരു സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു മോനും മച്ചും കഴിക്കണേ. ഇപ്പോൾ ഈ കേക്ക് സംഭവങ്ങളൊക്കെ മേടിക്കാന്നല്ല, ഡോണറ്റ്സ് മേടിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. മേടിച്ച് കൊടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നു. കാരണം ഓല് പോയി മേടിക്കാൻ സാധ്യതയില്ലല്ലോ തോന്നുന്നു, എനിക്കറിയില്ല. മോന് കഴിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മച്ചി ഇത് ഞാൻ കഴിച്ചിട്ടില്ല, നമ്മൾ കേക്കല്ലേ ഇതുവരെ കഴിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഉള്ളൊക്കെ നല്ല കുക്കായിട്ട് ചോക്ലേറ്റൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. മച്ചുവിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മച്ചുവിന് കൂടുതൽ ശരിക്കും പറഞ്ഞാൽ കൊടുക്കാൻ പാടില്ല, ടെൻഷൻ അടിച്ചിട്ടാണ് നിന്നീന്ന്. എന്തായാലും കൈ കിട്ടിയ സാധനം ഇങ്ങോട്ട് തരൂല എന്ന് ഉറപ്പാണ്. അപ്പോൾ പിന്നെ ചോദിച്ചാൽ പോയിട്ടും കാര്യമല്ല. പിന്നെ ആകെ ഇങ്ങോട്ട് കരഞ്ഞ് ആകെ ഇങ്ങോട്ട് ഇതാവും. അപ്പോൾ പിന്നെ നമ്മളെ പോയ മൂടും പോവും, എല്ലാ മൂടും പോവും. പിന്നെ വീട്ടിൽ ചെന്നാലും ആ കരച്ചിൽ മാറൂല. പിന്നെ കരഞ്ഞ് ജലദോഷമൊക്കെ പിടിക്കും. അപ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞിട്ടൊന്നും ഉണ്ടായില്ല, കേക്കാണെങ്കിൽ കേക്കട്ടെ വെച്ചിട്ട്. പിന്നെ എന്താ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു മതി എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ മേലത്തെ ചോക്ലേറ്റ് മുഴുവൻ കടിച്ചെടുത്തേക്കാണ്. എന്നാലും ഒരു പാകത്തിനൊക്കെ കഴിച്ചിക്കണു ഉണ്ടോ, പൂവിനാക്കിയൊക്കെയാണ് മൊത്തത്തിലൊരു പൂവ്. ബാക്കി ഞാൻ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും.